സമ്പത്ത് കുമിഞ്ഞുകൂടുമ്പോ ദാരിദ്ര്യത്തിന്റെ കുഴികൾ ഉണ്ടാകാമോ? ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുമ്പോ പട്ടിണി ഉണ്ടാകാമോ? പട്ടിണി കൊണ്ട് മനുഷ്യൻ മരിക്കാമോ? മനുഷ്യനാകെ ഭക്ഷിക്കാനുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ എന്നിരിക്കെ പട്ടിണി കൊണ്ട്. പിന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ട്രോള്. പിന്മാറില്ല കേട്ടോ, അങ്ങനെ വിചാരിക്കണ്ട. എന്താ കാരണം? അസമത്വത്തിനെതിരാണ്. ഈ അസമത്വം ഇല്ലാതായി ലോകമാകെ സോഷ്യലിസം പുലരണം എന്ന് മോഹിക്കുന്ന ആഗ്രഹിക്കുന്ന മനുഷ്യജീവികളുടെ പേരാണ് പൊതുവിൽ കമ്മ്യൂണിസ്റ്റുകാർ. അതാ വ്യത്യാസം. ഈ അസമത്വം എങ്ങനെയാ നിലനിൽക്കുന്നത്? ആരാ നിലനിർത്തുന്നത്? ദൈവം നിലനിർത്തുന്നതാ? അല്ല. അസമത്വത്തെ നിലനിർത്താൻ ബലപ്രയോഗം നടത്തിയാണ്, ആയുധം ഉപയോഗിക്കുകയാണ്. അതാണ് സാമ്രാജ്യത്വം. തിരിഞ്ഞ ലോകത്തെമ്പാടും എങ്ങനെയാ ബലപ്രയോഗം നടത്തുന്നത്? അതിന്റെ തെളിവാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാ ബലപ്രയോഗം? ചൂഷണത്തിനാണ്, അസമത്വത്തിനാണ്, പട്ടിണി നിലനിർത്താനാണ്, സമ്പത്ത് കുമിഞ്ഞു കൂട്ടുന്നതിനാണ്, ദാരിദ്ര്യം നിലനിർത്താനാണ്. അതിനാണ് യുദ്ധം, അതിനാണ് ബലപ്രയോഗം. ആ ബലപ്രയോഗത്തിന് എന്ന് വെച്ചാൽ സാമ്രാജ്യത്വത്തിന് ലോകത്താകെ നേതൃത്വം കൊടുക്കുന്നത് അമേരിക്കയാണ്. അപ്പൊ അടുത്ത വർഷം വരെയായി. നമ്മുടെ കാലത്തിന്റെ ഒരു ദുര്യോഗം എന്താന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയിലെ അല്പബുദ്ധികളുമായിട്ട് കൂടി യുദ്ധം വേണ്ടി വരും. അമേരിക്കയ്ക്ക് മാത്രം യുദ്ധം മതിയാവില്ല. അതപ്പോഴത്തെ ഒരു പ്രശ്നം. നിവൃത്തിയില്ല, കാലം അതാണ്. അപ്പൊ അടുത്ത ചോദ്യമായി, നിങ്ങൾ അമേരിക്ക അമേരിക്ക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബഹളം വെച്ചിട്ട് പിന്നെന്തിനാ അമേരിക്ക പോണ്? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഈ അമേരിക്ക അമേരിക്ക അമേരിക്കയെ വിമർശിക്കുന്നു, അമേരിക്ക ചെയ്ത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? അമേരിക്കയിലെ ജനങ്ങളെയാണോ? അവര് നമ്മുടെ മറ്റയാൾ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ട് അല്ലേ? മോദിയുടെ ഫ്രണ്ട് ട്രംപാണ്. നമ്മുടെ ഫ്രണ്ട്സ് അമേരിക്കയിലെ ജനങ്ങളാണ്. അവർ നമ്മുടെ സുഹൃത്തുക്കളാണ്. അവരോടെന്താലോ അത്രേ ഉള്ളൂ. ഓരോ സമയത്തും അമേരിക്കൻ ഭരണകൂടം അമേരിക്കൻ ഭരണകൂടം എന്ന് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇത് നല്ലതുപോലെ മനസ്സിലാക്കണം. അമേരിക്കയുടെ സാമ്രാജ്യ ഭരണകൂടത്തിന്റെ മോഹങ്ങൾക്കെതിരായിട്ടാണ് നമ്മുടെ പ്രതിഷേധം. അമേരിക്ക എന്ന ആ ഒരു നാടിനെതിരായിട്ടല്ല. എന്താണ് അമേരിക്കയുടെ സാമ്രാജ്യ മോഹങ്ങൾ? അതാണല്ലോ അടുത്തത് മനസ്സിലാക്കണം. ഇതും സിമ്പിൾ ആയിട്ടോ, ഇതിലൊന്നൊരു സിദ്ധാന്തം ഇല്ലാന്ന്. ലോകത്ത് ഇപ്പൊ ഖത്തറിൽ യുദ്ധം നടന്നല്ലോ, ആക്രമണം നടന്നല്ലോ. യുദ്ധമല്ല, ആക്രമണം നടന്നു. ആരാ ആക്രമിച്ചത്? ഇസ്രായേലാണ്. ആലോചിച്ചു.